ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നെ കടന്നു വന്ന എല്ലാവരെയും സർവ്വദയാലുവായ കർത്താവ് ഈ 2013 സകല നന്മകളാലും സകല അനുഗ്രഹങ്ങളാലും സകല സമൃദ്ധിയാലും സകല ഉയർച്ചകളാലും സന്തോഷത്താലും നിറയ്ക്കുമാറാകട്ടെ. ഒരു വചനം വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. യെഹെസ്കേൽ chapter 2 verse 1 and 2. നമ്മുടെ വേദപുസ്തകം കൈകളിലെടുക്കാം, ഉയർത്തിപ്പിടിക്കാം. ഇങ്ങനെ പറയാം: ദൈവവചനത്തിനായി സ്തോത്രം. തിരുവചന സത്യങ്ങൾ എന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. ജീവനും ചൈതന്യവും എന്റെ മേൽ പകരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെഹെസ്കേൽ പ്രവാചകനോട് വിളിച്ചു പറയുകയാണ്: യെഹെസ്കേലേ, നീ ഇങ്ങനെ കമന്ന് കിടന്നത് മതി, നീ നിവർന്നു നിൽക്ക. മനുഷ്യപുത്ര, നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു: മനുഷ്യപുത്ര, നീ ഒന്ന് നിവർന്നു നിൽക്ക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. മനുഷ്യപുത്ര, നിന്റെ സകല ഭാരങ്ങളും വിട്ടിട്ട് നീ ഇന്ന് രാത്രികാലം എന്റെ സന്നദ്ധിൽ ഒന്ന് നിവർന്നു നിൽക്ക, എനിക്ക് നിന്നെ കൊണ്ട് ഉദ്ദേശമുണ്ട്. മനുഷ്യപുത്ര, നിന്റെ മുറുകെ പറ്റുന്ന സകല ഭാരവും വലിച്ചെറിഞ്ഞിട്ട് എന്റെ സന്നദ്ധി ഒന്ന് എഴുന്നേറ്റ് നിൽക്ക, എനിക്ക് നിന്നെ ഉയർത്താൻ പദ്ധതിയുണ്ട്. മനുഷ്യപുത്ര, നിന്റെ വേവലാദികളെല്ലാം വിട്ടുകളഞ്ഞിട്ട് നീ ഒന്ന് എഴുന്നേൽക്ക, എനിക്ക് നിന്നെ ഉയർത്താൻ പദ്ധതിയുണ്ട്. മനുഷ്യപുത്ര, നിന്റെ വേദനകൾ വലിച്ചെറിഞ്ഞിട്ട് നീ ഇന്ന് രാത്രികാലം എന്റെ തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഘടകരവതരൽ ഘടകരവതര ശംഭര അദ്ധരാധീരൽ ഘടകരവതര ശംഭരാരകൗടൽ ഘടകശാര. കുറ്റം പറഞ്ഞ് പിറുപിറുത്തിരുന്ന അവസ്ഥകള് 2012 നമുക്ക് മതിയാക്കാം. 2013 ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ദയയാണ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു: മനുഷ്യപുത്ര, നീ കമന്ന് കിടന്നത് മതി, നീ നിവർന്നു നിൽക്കുന്നുവെങ്കിൽ ഞാൻ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കാം. നാളെ എന്തായി തീരുമെന്ന ക്വസ്റ്റ്യൻ മാർക്കോടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ വളഞ്ഞു കൂട്ടിയിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു: നീ ഒന്ന് നിവർന്നു നിൽക്കുന്നുവെങ്കിൽ നിന്നെ എന്നേക്കുമായി നിർത്തുവാൻ കഴിവുള്ളവൻ ഞാൻ ഇന്ന് നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുക, നീ വിശ്വാസത്തോടെ എഴുന്നേൽക്ക. ഇതര ശംഭരം ബൗഡൽ ഘടകം ബദരൽ ഘടകര ബദര ശംഭരാരക ബൗഡൽ ഘടക. നിവർന്നു നിൽക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാ. നമ്മുടെ സകല ഭാരവും ഭാവവും വേദനയും ദുഃഖവും നിരാശയും എല്ലാം ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ദൈവജനമേ, അവൻ പറയാ: നീ കമണ് കിടന്നത് മതി, നിന്റെ പിറുപിറുപ്പുകളൊന്ന് മതിയാക്ക, നിന്റെ കുറ്റം പറച്ചിലൊന്ന് മതിയാക്ക, എനിക്ക് കഴിയത്തില്ലേ എന്ന് പറയുന്നതൊന്ന് മതിയാക്ക. എന്നിട്ട് നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക, നിന്റെ മേൽ ഞാൻ കഴിവുകളെ അയക്കാൻ പോകുക. ഓ ലോക രാജ്യങ്ങൾ കാണുമാറ്, ദേശം നിന്നെ മാനിക്കുമാറ്, കുടുംബത്തിനകത്ത് നിന്നെ മാനിക്കേണ്ടതിനായി, പട്ടണത്തിന് മധ്യത്തിനെ ശോഭിപ്പിക്കേണ്ടതിനായി എനിക്ക് നിന്റെ മേൽ പദ്ധതി ഉണ്ട്. നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക. ആമേൻ. നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ എന്റെ ആമേൻ പ്രകാശം നിന്റെ മേലൊന്ന് ഇറങ്ങി വരും.
നിന്നിൽ കൂടി ഹല്ലേലൂയ എന്റെ പ്രകാശം റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിന്നിൽ കൂടി എന്റെ പ്രകാശം പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുക. നിന്നിൽ കൂടി എന്റെ പ്രകാശത്തിന്റെ ശക്തി ജാതികൾ അറിയാൻ പോകുകയാണ്. അങ്ങനെ അറിയണമെങ്കിൽ നിന്റെ ഈ കിടപ്പ് മതിയാക്കിയിട്ട്, നിന്റെ ഈ പാരമ്പര്യം പറച്ചിൽ മതിയാക്കിയിട്ട്, നിന്റെ തളർന്നൊടിഞ്ഞു കിടക്കുന്ന അവസ്ഥ മതിയാക്കിയിട്ട് എന്ന രാത്രികാലം എന്റെ ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, അവന്റെ തന്നെ ഒന്ന് നിവർന്നു നിൽക്ക്. നിവർന്ന് നിൽക്കുന്നവന് മേൽ ദൈവശക്തി അയക്കേണ്ട കർത്താവ്. എന്നും കവന്ന് കിടക്കേണ്ടി വരുമെന്ന് ആരും വിചാരിക്കരുത്. എന്നും ഇങ്ങനെ നിന്ന പാത്രമായിരിക്കേണ്ടി വരുമെന്ന് ആരും വിചാരിക്കരുത്. ഓ, നിന്റെ ഉള്ളിലെ വേദനയും ഞെരുക്കവും എന്റെ കർത്താവ് കണ്ടിരിക്കുക. അവൻ പറയുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആത്മാവ് ഉള്ളിൽ വരുമ്പോൾ നിവർന്ന് നിൽക്കാത്തവരും നിവർന്ന് നിൽക്കുക. ആത്മാവ് ഉള്ളിൽ വരുമ്പോൾ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ജീവിതത്തിൽ സംഭവിക്കുക. ആത്മാവ് ഉള്ളിൽ വരുമ്പോൾ ആത്മാവിന്റെ പരിവർത്തനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മാവ് ഉള്ളിൽ വരുമ്പോൾ ആരൊക്കെ പിടിച്ച് കെട്ടിവെക്കാൻ നോക്കിയാൽ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ആമേ പുറത്ത് വരുന്ന ദൈവത്തിന്റെ പരിവർത്തനം നിന്റെ ഉള്ളിൽ തുടങ്ങിയിരിക്കുക. ശിംശോനെ പിടിച്ചു കെട്ടിവെക്കാൻ നോക്കി. അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടുപോയിരുന്നത് കൊണ്ട് അവൻ കെട്ടുകളെ പൊട്ടിച്ചു കളയുവാൻ അവന് കഴിഞ്ഞുവെങ്കിൽ എന്ന രാത്രികാലം ദൈവത്തിന് ഇരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ കൂടി ഒരു പുതിയ അഭിഷേകം അവൻ ജാതികൾ കാണുമാർ അവൻ നിന്നെ മാനിക്കാൻ പോകുക. അവൻ ഒരു അഭിഷേകത്തിന്റെ ശക്തി, ഒരു ഉറവ് നിന്നെ കൂടി അവൻ തുറക്കാൻ പോകുക. എന്നവരെ കണ്ടിട്ടില്ലാത്തൊരു അഭിഷേകത്തിന്റെ ഒഴുക്ക്, എന്നവരെ കേട്ടിട്ടില്ലാത്തൊരു അഭിഷേകത്തിന്റെ ഒഴുക്ക്, എന്നവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു അഭിഷേകത്തിന്റെ ശക്തി ആമേനിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുക. അനേകർ ബന്ധിച്ചു വയ്ക്കാൻ നോക്കിയെന്ന് വരാം, അനേകർ അടച്ചു വയ്ക്കാൻ നോക്കിയെന്ന് വരാം. ആരൊക്കെ പുതിയ പുതിയ പൂട്ടുകളിട്ട് പൂട്ടി വയ്ക്കാൻ നോക്കിയാലും, ആരൊക്കെ നിന്നെ ഇരുമ്പഴിക്കുള്ളിൽ ഇടുവാൻ നോക്കിയാലും, ആരൊക്കെ നിനക്കെതിരെ പിറപെറുത്താലും ദൈവത്തിന്റെ ആത്മാവ് പറയും, നീ ഒന്ന് നിവർന്ന് നിൽക്ക. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ എന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഇന്നലെ വരെ നിന്നെ കണ്ട് മുഖം തിരിച്ചവ നിന്നിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുവാൻ തക്കവണ്ണം അവൻ നിന്റെ മുമ്പ് ക്യൂ നിൽക്കുന്ന ദിവസം അവൻ വരാൻ പോകുകയോ. യഹോവയായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവമത്രേ. എന്റെ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവരെ അവനാത്മാവിൽ നിറച്ചുകൊണ്ടേയിരിക്കും. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ കഴിയാതെ വണ്ണം ജീവിതത്തിന്റെ ഭാരമെന്ന ഭാരക്കെട്ട് തലയിൽ ഏന്തി വെച്ച് കമന്ന് കിടക്കുന്നത് മതിയാക്കിയിട്ട് എന്നെ തന്നെ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ സംസാരിക്കുന്നത് നീ കേൾക്കുകയെ. എന്റെ സംസാരത്തിന്റെ ശക്തിയോ നിന്റെ ഉള്ളിൽ ഈ മൺകൂടാരത്തിന് മേൽ എന്റെ ആത്മാവിന്റെ ശക്തിയെ നിറച്ചുകൊണ്ട് ഇന്ന് വരെ ആരും പ്രവചിച്ചിട്ടില്ലാത്ത രീതിയിൽ, ഇന്ന് വരെ ആരും സൗഖ്യപ്പെടുത്തിയിട്ടില്ലാത്ത രീതിയിൽ, ഇന്ന് വരെ ആരും തുറന്നിട്ടില്ലാത്ത രീതിയിൽ ആമേ ചില നന്മയുടെ ഉറവിടങ്ങൾ, ചില കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ നിന്റെ ജീവിതത്തിൽ കൂടി ചെയ്യുവാൻ എനിക്ക് പദ്ധതി ഉണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്.
വായിക്കാം സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. Numbers chapter 14 verse 9. മത്സരിക്കാൻ മാത്രമരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ചലനം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്, ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കുക കേട്ടോ. ഈ 2013 മുതൽ 2013 മാത്രമല്ല, 2013 മുതൽ നീ ഒരു അനുഗ്രഹ പാത്രമായിരിക്കണമെങ്കിൽ 2013 മുതൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പീരീഡ് വരെ ആരും നിന്റെ തല കുനിപ്പിക്കുവാൻ ഇടവരാതിരിക്കേണ്ടതിന്, ആരുടെ മുമ്പിൽ നിന്റെ തല കുനിയാതിരിക്കേണ്ടതിന് മന്ത്രി വീരനാം ദൈവം നിത്യപിത വിളിച്ചു പറയുകയാണ്, യഹോവയോട് മത്സരിക്കുക മാത്രമരുത്. ആമേൻ. എന്റെ ദൈവത്തിന്റെ സന്നദ്ധയിൽ അഹങ്കാരികളായി തീരരുത്. കൃപകൾക്ക് വേണ്ടി ദൈവസനയിൽ രാത്രികാലം നിലവിളിക്കുന്നവരായി തീരുക. കൃപാവരങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നവരായി തീരുക. അന്യായ ബന്ധനങ്ങൾ പൊട്ടി ഉടയേണ്ടതിനായി ദൈവം തന്നിരിക്കുന്ന ശക്തിയും കൃപയും ഉപയോഗിച്ചുകൊണ്ട് എന്ന രാത്രികാലം സ്തുതിയും സ്തോത്രവും മുഴങ്ങട്ടെ. ഈ സ്തുതിയുടെ അപ്പുറത്ത് ഒരു വലിയൊരു ആരവം കേൾക്കുകയാണ്. ആമേൻ. ശത്രു സൈന്യം നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു ആരവം ദൈവാത്മാവിൽ ഞാൻ കേൾക്കുകയാണ്. നിനക്കെതിരായി പോരാടിക്കൊണ്ടിരുന്ന 2012 വരെ നിന്റെ ജീവിതത്തിനെതിരായി, നിന്റെ ആത്മീയ മണ്ഡലത്തിനെതിരായി, നിന്റെ ഭൗതിക മണ്ഡലത്തിനെതിരായി പോരാടിക്കൊണ്ടിരുന്ന ശത്രുവിന്റെ നിലവിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്നേക്കുമായി ചെങ്കടലിൽ താണ്ടു പോകേണ്ടതിനായി ദൈവജന സ്തുതിച്ചാട്ടെ. വീരൽ ഘടകര വദര ശമ്പര ഓരിക്കാരിമ്പര വൗഡൽ ഘടക അddര വീരരിമ്പര വൗഡൽ ഘടക ഷാരെ ഓരിരാരാര വൗഡാരാര വൗഡാരാര സാത്താന്യ കോട്ടകൾ തകർന്നുടയട്ടെ, ലോക ശാപങ്ങൾ തകർന്നുടയട്ടെ. ധാരാര വൗഡാരാര വൗഡാരാര ധാരാര വൗഡാരാര 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 വിടുവയ്ക്കുന്നവൻ വിടുവയ്ക്കുന്നവൻ സൗഖ്യദായകൻ ഇവിടെ വന്നിട്ടുണ്ട്. നിത്യമായ സൗഖ്യം തരുന്നവൻ, എന്നേക്കുമായ വിടുതൽ തരുന്നവൻ, എന്നേക്കുമായ നന്മകൾ തരുന്നവൻ, എന്നേക്കുമായി വിടുവിക്കുന്നവൻ, മാറാത്ത സ്നേഹം തന്നെ നിറയ്ക്കുന്നവൻ, മാറാത്ത വാഗ്ദത്തം തന്നെ നിറയ്ക്കുന്നവൻ, വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ചില പാരമ്പര്യ ബന്ധനങ്ങൾ, നിനക്കെതിരായി വെല്ലുവിളിമാരുന്ന ആഭിചാര ബന്ധനങ്ങൾ ഇനി മുതൽ നീ കാണേണ്ടി വരത്തില്ല. ഇനി മുതൽ നീ കാണേണ്ടി വരത്തില്ല. ആഭിചാര ബന്ധനങ്ങൾ ഇനി നിന്റെ അടുക്കൽ വരത്തില്ല.
യഹോവ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്, യഹോവ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. യഹോവ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ആ വിചാരത്തെ ഭയപ്പെടരുത്. യഹോവ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ദുഷ്ടപിശാചിനെ ദൈവജനം ഭയപ്പെടരുത്. അവൻ അലറിക്കൊണ്ട് വന്നെന്ന് വരാ, എങ്കിലും ദൈവവൈതലെ നിന്റെ ഒരു രോമത്തെ കൊടുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. 2013 നിന്റെ ജീവിതത്തിൽ വിടുതലിന്റെ വർഷമാ. 2013 ഇന്നുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ഉയർത്തലേക്ക് ദൈവം കാര്യപ്പെടുത്ത് ഉയർത്തുന്ന വർഷമോ. കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. നമ്മോടുകൂടെ യഹോവ ഉണ്ട്, എന്നോടുകൂടെ യഹോവയുണ്ട്. ഞാൻ പിശാചിനെ ഭയപ്പെടത്തില്ല. ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ചില ബന്ധനങ്ങൾ അഴിയട്ടെ. പാരമ്പര്യമായി പിടിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളുടെ രാത്രികാലം എന്നേക്കുമായി പൊട്ടി തകർന്നുടയട്ടെ. കൃപകൾ പെരുകട്ടെ, കൃപകൾ പെരുകട്ടെ. കൈകളെയും കാലുകളെയും കെട്ടിവെക്കുന്ന, മനസ്സിനെ കെട്ടിവെക്കുന്ന ദുഷ്ടന്റെ പാരമ്പര്യ പോരുകളെ, പാരമ്പര്യ ബന്ധനങ്ങളെ, ആദികാല ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ rebooting in the name of Lord Jesus. Rebooting in the name of Lord Jesus. സകല ബന്ധനം സാരമാകട്ടെ. യഹോവ എന്റെ കൂടെ ഉണ്ട്. ഞാൻ ആരെ ഭയപ്പെടേണ്ട കാര്യമില്ല. ബന്ധനങ്ങൾ സാരമാകട്ടെ. ബന്ധനങ്ങൾ സാരമാകട്ടെ. നിലനിൽപ്പിനെതിരായി വെല്ലുവിളിക്കുന്ന ഉയർത്തത്തിലാണ് വാദിക്കുന്ന അത്രയോ കോടികൾ എന്ന രാത്രികാലം തകർന്നുടയട്ടെ. യഹോവ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, യഹോവ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പിശാചിനെ നിന്നെ ഭയപ്പെടത്തില്ല. യഹോവ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ആഭിചാരത്തെ ഭയപ്പെടത്തില്ല. യഹോവ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വിദ്യാമൂർത്തിയെ ഭയപ്പെടത്തില്ല. യഹോവ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. കൈവിടാത്തവനായി എന്റെ കൂടെ ഉള്ളതുകൊണ്ട് പരിശുദ്ധനെ എന്ന് രാത്രികാൽ പരിശുദ്ധനെ ഞാൻ അങ്ങ് സ്തുതിക്കുകയാണപ്പോ. ഇത്തരം ബൗഡാരാര ആദരാ വീരൽ കടക വീരാരി വര നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടത്തില്ല.
നമ്മോടുകൂടി യഹോവ ഉള്ളത് കൊണ്ട് നാം ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ട് നമ്മോടുകൂടി യഹോവ ഉള്ളത് കൊണ്ട് നാം ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മോടുകൂടി യഹോവ ഉള്ളത് കൊണ്ട് നാം ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മോടുകൂടി യഹോവ ഉള്ളത് കൊണ്ട് നാം ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? യേശു എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു ദുഷ്ടശക്തിയും എന്റെ കുടുംബത്തിനകത്ത് കടന്നു വരത്തില്ല. എന്റെ യേശു എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ കടന്നു പോകുന്നിടത്ത് ദുഷ്ട പിശാച് അലറി ഓടും. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി കാണിക്കുക. കർത്താവ് കൂടെയുള്ള ചില ദൈവമക്കള് ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ചില ഭവനത്തിനകത്ത് കാലി വയ്ക്കുമ്പോൾ തന്നെ ചില പിശാച് അലറി ഓടുന്ന കാഴ്ചകള് ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ കൺമുമ്പ് കാണാൻ പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂതറിയിക്കുക. Believe it in the name of Lord Jesus. Receive it, the Mama. Yes, 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 yes. Yes, yes, yes. നീ കാല് വയ്ക്കുമ്പോ ചില അലർച്ചകള് ചില അപശബ്ദങ്ങൾ കേൾക്കാൻ പോകുകയോ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും പറയാം, നീ കടന്നുപോയി കൈ കൊടുക്കുമ്പോൾ തന്നെ അവന്റെ ജീവിതത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടന്ന കൂരിട്ട് എന്നേക്കമായി മാറി ആമേൻ അവളൊരു വെളിച്ചം അനുഭവിക്കേണ്ട ദിവസങ്ങൾ ആമേൻ നിന്നെ കൂടി നടക്കാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുകയാണ്. വിശ്വസിക്കുക. Thank you, the Holy Ghost. Thank you, the Holy Ghost. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. Revelation chapter 3 verse 8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇവിടെ ഇന്ന് രാത്രികാലം സ്തുതിച്ച എല്ലാവരുടെയും ഹൃദയങ്ങൾ ദൈവം അറിഞ്ഞിരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി അറിഞ്ഞിരിക്കുക. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഇന്നലെ വരെ തുറന്നതുപോലെ ഒരു പുതിയ വാതില് സ്വർഗത്തിലെ ദൈവം ഈ 2013 ആരംഭം മുതൽ ദൈവമകളെ നിനക്കായി തുറന്നു വച്ചിരിക്കുക. ആർക്കും ഇതുപോലെ തുറന്നിട്ടില്ല. വ്യത്യസ്തമായ ഒരു വാതില് ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തില് ആമേൻ സ്വർഗത്തിലെ ദൈവം തുറന്നിരിക്കുകയാണ്. അതാർക്കും അടച്ചുകൂടാ. അനേകർ അടയ്ക്കാൻ വന്നെന്ന് വരും. നിന്റെ കൃപകളെ ചോദ്യം ചെയ്യാൻ വന്നെന്ന് വരും. നിന്റെ കൃപാവരങ്ങളെ പരീക്ഷിക്കാൻ വന്നെന്ന് വരും. വളരെ ശക്തിച്ച് കേട്ടോണ്ടിരിക്കണം. നിന്റെ കൃപാവരങ്ങളെ പരീക്ഷിക്കാൻ വന്നെന്ന് വരും.
നിന്റെ ദൈവത്തെ പരീക്ഷിച്ചറിയാൻ വന്നെന്ന് വരും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവർ വരുന്ന വഴിയിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇടപെട്ടുകൊണ്ട് ആദിമ നൂറ്റാണ്ടിൽ നടന്നതുപോലെ നിന്റെ അടുത്ത് വന്ന് മാപ്പ് പറയുന്ന രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്കായി തുറന്നിരിക്കുന്ന വാതിൽ കൂടി വിശാലമായി നടത്താൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുക. അവനെ അങ്ങോട്ട് വലിക്കാമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അവനെ അങ്ങോട്ട് വലയിട്ട് പിടിക്കാമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അവനെ അങ്ങോട്ട് കുടുംബമായി വലിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അവരുടെ വലകളെ പൊട്ടിക്കുമാർ ദൈവത്തിന്റെ തീയുടെ അഭിഷേകത്തിന്റെ ശക്തി ആമേ നിന്നെ കൂടി സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് പകരാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുന്നു. രക്തതാജയം രക്തതാജയം അഴിമനാഥനായ നാഥനായ യേശുവിന്റെ രക്തത എന്റെ രാത്രികാലം അടിയ ജയമെടുത്തുന്നു. അപ്പ ഇപ്പര ഘടക ആർക്കും അടച്ചുകൂടാതെ വണ്ണം തുറക്കുന്നവൻ, ആർക്കും തുറന്നുകൂടാതെ വണ്ണം അടയ്ക്കുന്നവൻ. ആമേൻ ഹല്ലേലൂയ. സ്വന്തമാക്കിന് ജോലയ്ക്കുള്ള കണ്ണുള്ളവൻ, മാറത്തെ പൊൻകച്ച കെട്ടിയവൻ, രാജാതി രാജാവായി അത്ഭുത മന്ത്രിയായി നിത്യ പിതാവായി ഇവിടെ വന്നിട്ടുണ്ട്. സംതിങ് ഈസ് ഹാപ്പനിങ്. ഇന്നലെ വരെ സംഭവിച്ചതുപോലെയല്ല, പുതിയതൊന്ന് സംഭവിച്ചുകൊണ്ടിരിക്കാൻ എന്റെ ഉള്ളത്തിൽ ഉൾത്തടങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് കുഴിച്ചിട്ടും കുഴിച്ചിട്ടും വെള്ളം കിട്ടാതിരിക്കുന്ന അവസ്ഥകൾ ദൈവത്തിന്റെ ആത്മാവിന് മാറാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ട് വെള്ളമില്ലാതിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചില നീരുറവകൾ എന്നേക്കുമായി ഈ ആണ്ടിന്റെ ആരംഭത്തിൽ തന്നെ പൊട്ടി പുറപ്പെടാൻ പോകുക. വാതിൽ തുറന്നവർ ഇവിടെ വന്നിട്ടുണ്ട്. വാതിൽ തുറന്നിട്ടവർ ഇവിടെ വന്നിട്ടുണ്ട്. നീ കുഴിഞ്ഞു കിടക്കുന്നവന്ന് മതിയാക്ക്, നിവർന്നു നിൽക്ക്. അന്ധരാ ധീര രീക്ക രീപരാരകമൗടക്ഷ ശിഖാരാരാമൗട അന്ധരാ രീപക്ഷായേ മൗടാരംബര് ഓരിപിരി രീഖ കടകരവദന. ദർശനങ്ങൾ കണ്ടോ, ദർശനങ്ങൾ കണ്ടോ, വാഗ്ദത്തങ്ങൾ മനസ്സിൽ സംഭവിക്കുന്നത് പോലെ കണ്ടോ. ആമേ 2013 മുതൽ നിന്റെ ജീവിതത്തിൽ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചോ. വാതിൽ തുറന്നിട്ടവൻ, വാതിൽ തുറന്നിട്ടവൻ, യുദ്ധത്തിനായി നിന്റെ വായിൽ കൂടി വചനങ്ങൾ തരുന്നവൻ. Glory, 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 glory. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിൽ നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചില്ല. അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ തള്ളിപ്പറയേണ്ടിയിരുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അല്പമേ ശക്തി ഉണ്ടായിരുന്നു എങ്കിലും ശക്തനായ പിശാച് വന്ന് നിന്നെ വലിച്ചൊടച്ച സ്ഥാനത്തില് ദൈവമേ എന്നെ വിളിച്ച വിളി എന്റെ കർത്താവിന്റെ തിരുസന്നിധിയിൽ എത്തിക്കൊണ്ട് അവൻ നിനക്കായി വലിയ വാതിൽ തുറന്നിരിക്കുക. 2013 ആർക്കും കൊടുത്തിട്ടില്ലാത്ത വലിയ വാതിൽ. ദൈവത്തിന്റെ ആത്മ വളരെ ശക്തമായി കാണിക്കുക. നിന്റെ ഭവനത്തിന് വഴി പോലും വിലക്കിയവർ
നീ നടന്നു പോകുന്നതിന് വിലക്ക് കൽപ്പിച്ചവർ ഇതുവഴി നടന്നു പോയിക്കൊള്ളൂ, നിനക്ക് എത്ര വേണോ സ്ഥലം വെട്ടിയെടുത്തോ എന്ന് പറയുന്ന രീതിയിൽ ഈ 2013 ആരംഭത്തില് നിന്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുകയാണ്. ഇത് അടയാളമായി പിടിച്ചോ. വലിയ പ്രഭുക്കന്മാരായവർ, രാഷ്ട്രീയ നേതാക്കൾ, അധികാരികൾ ഇടപെട്ടിട്ട് നടക്കാത്തത് ഈ 2013 ആരംഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തുറന്നിട്ടിരിക്കുകയാണ് എന്ന് രാത്രികാലം ശക്തമായി വിളിച്ചു പറയുകയാണ്. എന്റെ കർത്താവ് എനിക്ക് വലിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുക. അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്തിട്ട് പറഞ്ഞോട്ടെ, എന്റെ കർത്താവ് എനിക്ക് വലിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുക. എന്റെ കർത്താവ് എനിക്ക് വലിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുക. എന്റെ കർത്താവ് നമുക്ക് വലിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുക. കർത്താവ് നമുക്ക് വലിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുക. കർത്താവ് നമുക്ക് വലിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുക. ഫിലിപ്പ് ആമേ വിശ്വസിക്കുന്നവരുടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുക. മുമ്പിൽ കാണാം, മുമ്പിൽ കാണാം, മുമ്പിൽ കാണാം. ഓ വലിയൊരു വാതിൽ ദൈവം തുറന്നിട്ടിരിക്കുക. ആർക്കും അടച്ചുകൂടാതെ വണ്ണം സർവശക്തനായ ദൈവം വലിയൊരു വാതിൽ തുറന്നിരിക്കുക. നമുക്ക് വായിക്കാം ജെറമ്യ പ്രവചനം 15-ാം അധ്യായത്തിന്റെ 20-21 വാക്യം. ജെറമ്യ ചാപ്റ്റർ 15 ജനത്തിന് ഉറപ്പുള്ള വായിക്കോ. ഞാൻ നിന്നോട് കൂടെ ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമര ഭിത്തിയായി വയ്ക്കും. വേറെ ഒരു താമര ഭിത്തിയല്ല. ഇവിടെ ഈ ബ്രിഡ്ജ് പണിയുന്നിടത്ത് പോയി നോക്കിയാൽ കാണാം, ഒരു തൂണേ ഉള്ളുവെങ്കിലും അവർ എത്ര മീറ്റർ താഴെ ബോർ ചെയ്ത് ഡ്രില്ല് ചെയ്ത് കമ്പി താഴെ ഇറക്കിയിട്ട് അടിസ്ഥാനം പണിതെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഞാൻ നിനക്ക് ഉറപ്പുള്ള താമര ഭിത്തിയാക്കി വയ്ക്കും. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമര ഭിത്തിയാക്കി വയ്ക്കും. ഉറപ്പില്ലാത്ത ഭിത്തിയല്ല, സിമന്റ് കല്ലല്ല. താമ്ര ഭിത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എളുപ്പമാർഗം പൊളിച്ചു കളയാൻ കഴിയത്തില്ല. ആമേൻ. ഇന്ന് രാത്രികാലം ദൈവവചനം ശ്രവിക്കുന്ന ദൈവജനമേ, യഹോവയായ ദൈവം നിന്റെ ഒരു താമര ഭിത്തിയായി നിന്റെ ഭവനത്തിനകത്തു നിന്ന്, നിന്റെ സഭയ്ക്കകത്തു നിന്ന്, ആമേൻ, നിന്റെ ദേശത്ത് നിന്നെ ഉയർത്താൻ പോകുക. അനേകർ നോക്കിയെന്ന് വരും. ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു, അനേകർ തുരക്കാൻ നോക്കിയെന്ന് വരും. അവരുടെ കൈകാലുകൾ ക്ഷീണിക്കുന്നതല്ലാതെ ദൈവ പൈതലെ നിന്റെ ഒരു രോമത്തിന് തൊടുവാൻ അവരെ ഞാൻ അനുവദിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുക. തുരക്കുന്നവർ ലജ്ജിച്ചു പോകുമാർ, അടി മാറുന്നവൻ ലജ്ജിച്ചു പോകുമാർ, കുഴി തോണ്ടുന്നവൻ ലജ്ജിച്ചു പോകുമാർ. എന്റെ വലിയ പ്രവർത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും എന്നോടുന്ന നിന്നെ ഞാൻ താമര ഭിത്തിയാക്കി വച്ചിരിക്കുക. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയുമില്ല. യുദ്ധം ചെയ്യും, എന്നാൽ യുദ്ധം യഹോവയ്ക്കുള്ളതാ. രാജാ ധീരൽ ഘടക ബൗഡക്കാര യുദ്ധം ചെയ്യും, എന്നാൽ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. സ്തുതിക്കുന്നവൻ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ, മഹത്വപ്പെടുത്തുന്നവൻ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ടെ. കോട്ടകളെ തകർപ്പാൻ ശക്തി തരുന്നവൻ നമുക്ക് മുമ്പായി ഇവിടെ വന്നിട്ടുണ്ട്. ഓ, കോട്ടകളെ തകർപ്പാൻ ശക്തി ഉള്ളവൻ നമുക്ക് മുമ്പായി ഇന്നു മുതൽ എന്നേക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ പോകുക.
കോട്ടകളെ തകർപ്പാൻ ശക്തിയുള്ളവൻ നമ്മുടെ ഭവനത്തിന്റെ നായകനായി വന്നിരിക്കുക. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഏറ്റെടുക്കുന്നവരുടെ നന്ദി സൂചകമാ സ്തുതി കരേറ്റുക. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തുവെന്ന് ദൈവത്തോട് പറയുന്നത് സ്തുതിക്കുന്നത്. നിന്നെ രക്ഷിപ്പാനും നിന്നെ വിടുവിപ്പാനും നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, ഒരു രോഗവും നിന്റെ അടുക്കൽ വരത്തില്ല, ഒരു ഇറിറ്റേഷനും നിന്നെ പിടിക്കത്തില്ല, ഒരു ശാപവും നിന്നെ പിടിക്കത്തില്ല, ഒരു ബന്ധനവും നിന്റെ അടുക്കൽ കടന്നു വരത്തില്ല. എന്തുകൊണ്ടെന്ന് the King of Kings, the Lord of Lords, രാജാവി രാജാവ് ഇവിടെ ഉണ്ട്. അവൻ നിന്നെ രക്ഷിതാവ്. കോട്ടകൾ തകരട്ടെ. കോട്ടകൾ തകരട്ടെ. ഭീതികൾ ഇവിടെ പണിയപ്പെടട്ടെ. അതിനെ കമ്പലാലയ പൗഡർക്കട ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ നീചമായി നിന്റെ ജീവിതത്തിനെതിരായി ചിന്തിച്ചുകൊണ്ട് നിന്നെ നീചപാത്രമായി വലിച്ചെറിയുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ മാനിച്ചുയർത്തുന്ന യഹോവയുടെ വന്നിട്ടുണ്ട്. ഞാൻ ഏകനല്ല, എന്റെ രാജാതി രാജാവ് എന്റെ കൂടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. ഒരു വാക്യം കൂടി വായിക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യം. Revelation chapter 3 verse 10 and 11. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചു കൊടുക്കാം. 2013 ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി വിളിച്ചു പറയുക, നിനക്കുള്ള കിരീടം ആരും എടുക്കുവാൻ നീ അനുവദിക്കരുത്. നിനക്കുള്ള കിരീടം ആരും എടുക്കുവാൻ നീ അനുവദിക്കരുത്. ഓ, നിനക്കുള്ള കിരീടം, നിനക്കുള്ള ദൈവകൃപ ആരും അപകരിച്ചെടുക്കുവാൻ നീ അനുവദിക്കരുത്. ആമേൻ. ദൈവവചനം പറയുന്നു, ദുഷ്ടൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അലറിക്കൊണ്ട് നിൽക്കുമ്പോ ദൈവ പൈതലെ നീ തുരത്തി ഓട്ടിച്ചതാണെങ്കിൽ നിന്റെ ഒരു നിരാശ മതി, ആ ദുഷ്ടപിശാച് നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാ. ദൈവ പൈതലെ നിന്റെ ഒരു അവിശ്വാസം മതി, ദുഷ്ടപിശാച് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് കൂടുവയ്ക്കുക. ദൈവ പൈതലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. അവൻ നിനക്കായി ഒരു കിരീടം തന്നിട്ടുണ്ട്. നീ അവന്റെ വചനം കാത്തതുകൊണ്ട്, നീ അവന്റെ വചനം നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സംഗ്രഹിച്ച് വയ്ക്കുന്നത് കൊണ്ട്, നീ അവന്റെ വചനം ഭക്ഷണമാക്കി തീർക്കുന്നത് കൊണ്ട്, നീ അവന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നത് കൊണ്ട്, നീ അവന്റെ വചനത്തിന് മുമ്പിൽ അടുങ്ങുന്നത് കൊണ്ട്, നീ അവന്റെ വചനത്തിന് മുമ്പ് ബലപ്പെടുന്നത് കൊണ്ട് അവൻ നിന്റെ പേരിൽ ഒരു കിരീടം തന്നിട്ടുണ്ട്. ആ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കണം.
ആ കിരീടം ആരും കവർന്നു കൊണ്ടുപോകാതിരിപ്പാ. ഈ ദിവസങ്ങളിൽ സൂക്ഷിക്കുക. ദൈവത്തിന് നിവർന്നു നിൽക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വെങ്കട ദൈവിക കൃപകളാൽ നമ്മളെ നിറച്ചുകൊണ്ട് 2013 നിൽപ്പാൻ തക്കവണ്ണം ദൈവം കൃപ തരുക. 2013 പോലെയല്ല, 2013 മുതൽ ദൈവം വ്യത്യസ്തമായ കൃപാ മരങ്ങളാ ദൈവ മക്കളെ ദൈവം ഉയർത്താൻ പോകുക. ദേശങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ, പട്ടണങ്ങളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മധ്യത്തില് ആമേ സർവശക്തനായ ദൈവം നിന്നെ വെളിച്ചമായി ഉപയോഗിക്കാൻ പോകുക. നിന്നൊരു കിരീടമുണ്ട്, അഭിഷേകത്തിന്റെ കിരീടം. നിനക്കൊരു കിരീടം തന്നിട്ടുണ്ട്, അഭിഷേകത്തിന്റെ കിരീടം. ലോക രാജാക്കന്മാർക്കുള്ള കിരീടമല്ല, വത്തിക്കാനിലെ പോപ്പിനുള്ള കിരീടമല്ല. ഇത് സ്വർഗത്തിൽ നിന്നും വരുന്ന കിരീടമത്രേ. ഇതുപോലൊരു കിരീടം ആർക്കും കൊടുത്തിട്ടില്ല. ഒരിപ്പര കടക എനിക്കുള്ള കിരീടം പോലെയല്ല നിങ്ങൾക്കുള്ളത്. ഓരോരുത്തർക്കും വ്യത്യസ്ത മുത്തുകൾ വെച്ച് അവനൊരു കിരീടം തന്നിരിക്കുക. ശിഖരാരകമം ആരും എടുക്കാതെ വണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആണ്ടിന്റെ ആരംഭത്തിൽ ദൈവസന്നിധി കടന്നു വന്ന ദൈവജനമേ, ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് ഇടപെടുവാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. നമുക്കുള്ളത് പിടിച്ചുകൊള്ളുക.